Hi friends, Carva Customs-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഫ്യൂസർ ആണ്. സ്വിഫ്റ്റ് 2018 സ്വിഫ്റ്റിലേക്ക് ഡിഫ്യൂസർ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ഷോപ്പെല്ലാം ക്ലോസ് ആണ്. ജസ്റ്റ് നമ്മൾ ഈ സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ടാണ് ഇന്ന് ഇത് ഡിഫ്യൂസർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. പുള്ളിയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി കണ്ടില്ല, പുതിയ വണ്ടിയാണ് കേട്ടോ. 21 മോഡലാണ്, അതായത് 2020 മോഡലാണ്. 2021 മോഡൽ വണ്ടിയാണ് കേട്ടോ. പുതിയ ഫേസ് ലിഫ്റ്റാണ്. വ്യത്യാസം കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് സ്വിഫ്റ്റ് എന്നുള്ള ബാഡ്ജ് ആഡ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് നമ്മൾ അതിനകത്ത് പ്രൊജക്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വണ്ടി ബേസ് മോഡലാണ്. അതിനകത്ത് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫോർഡോർ പവർ വിൻഡോയും സെൻട്രൽ ലോഗും മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. അതിനകത്ത് ഫോഗ് ലാമ്പ് ഏഞ്ചില്ല. ഇതിനകത്ത് വൈറ്റ് DRലും അതുപോലെ തന്നെ ഇല്ലോ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. നമുക്കിതിനകത്ത് ഡിഫ്യൂസറിന് ആഡ് ചെയ്യാം. നമ്മൾ ഡിഫ്യൂസർ ആഡ് ചെയ്യുമ്പോൾ പക്ഷേ ഇതിനകത്ത് 4 സ്ക്രൂ ആഡ് ചെയ്യണം. അതായത് ഇവിടെ അടിഭാഗത്തായിട്ട് മേളിലായിട്ട് 2 സ്ക്രൂ ആഡ് ചെയ്യണം. എനിക്ക് മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഒട്ടിപ്പ് ഡബിൾ സൈഡ് സ്റ്റിക്കറിന് ഒട്ടിപ്പ് കാര്യങ്ങളൊന്നുമില്ല, പക്കാ ഫിക്സ് ആണ്. ഇങ്ങനെ ഡിഫ്യൂസർ വരുന്നത് നമുക്ക് ഇതിനെ സ്ക്രൂ ചെയ്തിട്ടുള്ളൂ. ഡിഫ്യൂസറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഫ്രണ്ട്സ്, നമ്മുടെ ഡിഫ്യൂസർ എത്രയാണുള്ളൂ കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട്. മൊത്തം നമുക്ക് അവിടെ ഒരു ക്യാപ്പ് വന്നിട്ടുണ്ട്. ക്യാപ്പ് ഇട്ട് നമ്മൾ അടച്ചിട്ടുണ്ട്. അതിനകത്ത് മൊത്തം 4 സ്ക്രൂ മാത്രമാണുള്ളത്. ഇത് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വേണ്ടി മാത്രം വരുന്നതാണ്. അപ്പോൾ എത്രയാണുള്ളത് നമ്മളെ ഡിഫ്യൂസർ സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്ത വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക.